ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തലിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കവുമായി അന്വേഷണ സംഘം. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിലെത്തി പോലീസ് സംഘം പരിശോധന നടത്തുകയാണ്. കുന്നത്തൂർമേടുള്ള ഫ്ളാറ്റിലാണ് പോലീസിന്റെ പരിശോധന പുരോഗമിക്കുന്നത്. ഫ്ളാറ്റിൽ വെച്ച് പീഡിപ്പിച്ചെന്ന് യുവതി മൊഴി നൽകിയിരുന്നു. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നു. സാജിദ്, ഈ രാഹുലിനെ കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? പരിശോധന ഇപ്പോഴും തുടരുകയാണോ ഈ പാലക്കാട്ടെ ഫ്ളാറ്റിൽ? രാഹുൽ താമസിക്കുന്ന പാലക്കാട്ടെ ഫ്ളാറ്റിലാണ്. ഇവിടെ രാഹുലിനെ കണ്ടെത്തുക എന്നുള്ളതിനപ്പുറം ഈ കൃത്യമായ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഈ SIT ടീം ലക്ഷ്യം വെക്കുന്നത്. ഈ മെയ് മാസം അവസാന വാരം ഇവിടെ ഈ തന്നെ എത്തിച്ച് രാഹുൽ ഫ്ളാറ്റിൽ വെച്ച് പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഈ പരാതി. ഈ 10D എന്ന ഫ്ളാറ്റിലാണ് രാഹുൽ താമസിച്ചിരുന്നത്. ഈ രാഹുൽ ഈ ഫാമിലിയായും അല്ലാതെയും പല സമയങ്ങളിലും ഇവിടെ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഈ മെയ് മാസം അവസാന വാരത്തിൽ ഇവിടെ എത്തിച്ച് പീഡിപ്പിച്ചു എന്നുള്ളത് ആണ് ഈ പരാതിയിൽ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുക, ആ പരാതിക്കാരിയായ യുവതി വന്ന ഈ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. എന്നാൽ അന്നത്തെ CCTV പോലീസ് സംഘത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. 3 മാസമാണ് പരമാവധി ഇവിടെ ഈ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ കഴിയുക. അതിൻ്റെ ഈ ഹാർഡ് ഡിസ്കും മറ്റും ശേഖരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ IT വിദഗ്ധരെ ഉപയോഗിച്ചുകൊണ്ട് സൈബർ സെൽ ടീമിന് അത് ഈ തിരിച്ചെടുക്കാൻ കഴിയും. ഈ നിലവിൽ അത് ലഭ്യമല്ലെങ്കിൽ കൂടി അത് തിരിച്ചെടുക്കാൻ കഴിയുന്ന സംവിധാനമാണ് എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്ന് ആദ്യം ഒരു സംഘം എത്തി, പിന്നീട് മറ്റൊരു സംഘം എത്തി, പിന്നീട് പാലക്കാടുള്ള ഈ പോലീസ് സംഘവും എത്തി വിശദമായ ഈ പരിശോധനകൾ നടത്തി വരികയാണ്. ഈ CCTV ദൃശ്യങ്ങൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഈ വീണ്ടെടുക്കാൻ കഴിയുമോ എന്നുള്ള പരിശോധനയാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ രാഹുലിന്റെ 2 സ്റ്റാഫുകൾ ഫ്ളാറ്റിലുണ്ട്. അവരിൽ നിന്ന് വിശദമായ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ആരെല്ലാമാണ് രാഹുലിന്റെ നിത്യ സന്ദർശകരായ ആളുകൾ, രാഹുൽ എവിടെയുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ അന്വേഷണ സംഘം മണിക്കൂറുകൾ പിന്നിടുകയാണ്. ഇവിടെ എത്തിയിട്ട് ഈ 3 സംഘങ്ങളായാണ് ഇപ്പോഴും ഫ്ളാറ്റിൽ ഈ പരിശോധനകൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. സാജിദ്, ഇപ്പോൾ രാഹുലിന്റെ ഔദ്യോഗിക MLA വാഹനം ഉള്ളത് അവിടെ തന്നെയാണോ? ഈ പാലക്കാട് ഫ്ളാറ്റിൽ തന്നെയാണോ? അവിടെ 2 വാഹനങ്ങൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. അതെ, രാഹുൽ ഈ വാഹനത്തിൽ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് ഒരു കിയ വാഹനം കാണാം, KL 26L 3030. അതിൽ ഈ MLA ബോർഡ് വെക്കാനുള്ള ഒരു സ്ഥലവും ആ നമ്പർ പ്ലേറ്റിൽ കാണാം. പക്ഷേ അത് MLA ബോർഡ് എടുത്തു മാറ്റിയിട്ടുണ്ട്. ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ പരാതിക്കാരി എത്തിയെന്ന വാർത്ത അറിഞ്ഞ ഉടൻ രാഹുൽ നേരെ ഇങ്ങോട്ട് വരുന്നു. പിന്നീട് MLA ഓഫീസിലേക്ക് പോയി അവിടെ നിന്ന് മറ്റൊരു വാഹനത്തിലാണ് എങ്ങോട്ടോ കളയുന്നത്. പിന്നീട് ഈ വാഹനങ്ങൾ മാറ്റിയാണ് രാഹുൽ ഇപ്പോഴുള്ള സ്ഥലത്ത് ഉള്ളത്. അതുകൊണ്ട് ഈ രാഹുൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനമായി ഉപയോഗിക്കുന്ന വാഹനം തന്നെയാണ് ഇത്. അത് ഈ രാഹുൽ ഒളിവിൽ കഴിയുന്നതിനാൽ ആ വാഹനം ഇവിടെ വെച്ച് മറ്റൊരു വാഹനത്തിലാണ് പോകുന്നത്. ഇന്ന് രാവിലെയും രാഹുലിന്റെ പേഴ്സണൽ സ്റ്റാഫ് ഈ വാഹനത്തിൽ പുറത്ത് പോവുകയും ഇങ്ങോട്ട് വരികയും മറ്റും ചെയ്തിരുന്നു. എന്തായാലും മണിക്കൂറുകൾ നീണ്ട ഒരു പരിശോധനയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്.